സർ, സെന്റ് റീത്ത സ്കൂളിൽ നടത്തിയ ഹിജാബ് വിവാദം നമ്മൾ കണ്ടതാണ്. അധ്യയന വർഷം ആരംഭിച്ച് ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഹിജാബ് ധരിക്കണമെന്ന് തോന്നുന്നു. യൂണിഫോം മാനദണ്ഡങ്ങളിൽ ഹിജാബ് ധരിക്കാൻ അല്ലെങ്കിൽ തലയിൽ തട്ടം പാടില്ല എന്ന നിബന്ധനയുള്ള സ്കൂളിൽ അത് അനുസരിച്ച് 4 മാസത്തോളം വരികയും പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ തട്ടമിടുന്നതാണോ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ച് അതിനെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ടൂളായിട്ട് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. അല്ലാതെ അതൊരു നിഷ്കളങ്കമായൊരു പ്രവൃത്തിയെ ആയിരുന്നില്ല. അത് കേരള സമൂഹത്തിൽ വീണ്ടും തട്ടം ഒരു പ്രശ്നമാക്കിക്കൊണ്ടും അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലുള്ള ആളുകൾ മുസ്ലിങ്ങൾ അന്യവൽക്കരിക്കപ്പെടുകയാണെന്നും അതുകൊണ്ട് കൂടുതൽ പ്രൊട്ടക്ഷൻ ഇവർക്ക് ആവശ്യമുണ്ടെന്നും അത് ക്രിസംഖികൾ അല്ലെങ്കിൽ സംഖികളുടെ ഒരു ടൂളായി പല ഘട്ടങ്ങളിലും സ്കൂളുകൾ മാറുന്നു എന്നൊക്കെയൊരു വ്യൂ ആണ് പല ആളുകളും ഉണ്ടാക്കിയെടുത്തത്. തട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഒരു നിലപാട് തട്ടം സ്ത്രീവിരുദ്ധമാണ് എന്നുള്ളതാണ്. ഒരു സ്ത്രീ ആയതുകൊണ്ട് നീ തല മറയ്ക്കണം എന്ന് പറയുന്നത് അവിടെ ഒരു ജെൻഡർ ഇനീക്വാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒബ്സർവേഷൻ. നമ്മൾ ഈ കാര്യങ്ങൾ ഈ പറയപ്പെടുന്ന ഇതിനെ വാദിക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി വാദിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് തട്ടം ഒരു ചോയ്സ് ആണല്ലോ എന്ന് പറയും. ഈ ചോയ്സ് വാദക്കാരോടെങ്കിൽ പിന്നെ ഇടാതെ നടക്കാം എന്ന് വിചാരിച്ചാൽ, എന്നാൽ ഇടാതെ നടന്നൂടെ? അതൊരു ചോയ്സ്. അപ്പോൾ ചോയ്സ് ആകുമ്പോൾ യെസ് ഓർ നോ പറ്റും. ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം എന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാതെ ആളുകൾ തട്ടമില്ലാതെ നടന്നോട്ടെ എന്ന് പറയുമ്പോൾ അയ്യോ അത് പറ്റില്ല എന്ന് പറയും. അപ്പം തട്ടം ഒരു നിബന്ധനയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ തട്ടം ഒരു ഇനീക്വാലിറ്റിയെ ഉണ്ടാക്കുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ അതൊരു സ്കൂളിൽ, പ്രത്യേകിച്ച് ഒരു മതേതര ഇടത്ത്, പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വളരുന്ന ഒരു സ്ഥലത്ത് അത് പാടില്ല എന്നൊരു ഒബ്സർവേഷനും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സെന്റ് റീത്ത സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ നിയമം ഒന്നുമല്ല പറയുന്നത്. എനിക്ക് ബോധമുള്ള കാലം മുതൽ തന്നെ ഞാനതിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. ആണായാലും പെണ്ണായാലും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റണം എന്നുള്ളതൊക്കെ ശരിയാണ്, മതപരമായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ തട്ടം ഒരു മതശാസനയാണ്. ആ മതശാസനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീ ഒരു പെണ്ണാണ്, അതുകൊണ്ട് തട്ടമിടുക എന്നുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അപ്പോഴാണ് ഒരു 4ാം ക്ലാസ്സുകാരുടെ പ്രസംഗം കൂടി വൈറലാവുന്നത്. ഐഷ ആനേടി എന്ന് പറയുന്ന കുട്ടി ഒരു തട്ടമിട്ട പെണ്ണിന് ഐക്യദാർഢ്യമായി ആദ്യം തട്ടമൊന്നും വിടാതെ വന്ന കുട്ടി പിന്നീട് തട്ടം ധരിച്ചുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രസംഗിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. തട്ടമിട്ടാലും ആളെ മൊത്തം മൂടിയാലും സ്റ്റേജിൽ കയറി എന്താ പറയുക 10ാം ക്ലാസ്സിന് സർട്ടിഫിക്കറ്റ് മേടിക്കാനോ +2 സർട്ടിഫിക്കറ്റ് മേടിക്കാനോ പോലും സമ്മതിക്കാത്ത മലബാർ ഏരിയകളെക്കുറിച്ച് എനിക്കറിയാം. പല സംഘടനകളുടെയും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ മറ തിരിച്ച് പെൺപിള്ളേരെ മാറ്റിയിരുത്തി ക്ലാസ്സുകൾ എടുക്കുന്ന സിറ്റുവേഷനെ കുറിച്ച് എനിക്കറിയാം. മയ്യത്ത് ഉണ്ടാവുന്ന സമയത്ത് സ്ത്രീകൾക്ക് പ്രത്യേക മറപ്പുരകൾ ഉണ്ടാക്കി അവരെ ഇരുത്തുന്ന കാര്യങ്ങൾ എനിക്കറിയാം. ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്ന ഇടങ്ങളിൽ സ്ത്രീയും പുരുഷനും വേറെ വേറെ ഇരുത്തി കൊടുക്കുന്ന സാഹചര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ സ്ത്രീയെന്നും പുരുഷനെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇടകലരാൻ പാടില്ലാത്തതും സ്ത്രീയും പുരുഷനും വർത്തമാനം പറയുക, അടുത്തുനിന്ന് പഠിക്കുകയും ചെയ്ത് അല്ല ലൈംഗികത മാത്രം കാണുകയും ചെയ്യുന്ന വലിയൊരു നീണ്ടിടുന്നൊരു പൊളിറ്റിക്സിന്റെ ഭാഗത്തിന്റെ ഒരു ചെറിയ എന്താ പറയുക തുമ്പ് മാത്രമാണ് തട്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് വ്യക്തമാക്കുന്നതാണ് ഹിജാബ് വിവാദം സെന്റ് റീത്ത സ്കൂളിൽ നടന്നത്. കാരണം നവംബർ കഴിയുമ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിയുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പും വരുമെന്നുള്ളതുകൊണ്ടാണ് അവിടെ ഒരു കുട്ടിക്ക് അങ്ങനെ തട്ടമിടണമെന്ന് പെട്ടെന്ന് തോന്നിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് അത്രയ്ക്കേ ഉള്ള അതിൻ്റെ കാരണങ്ങൾ. കാരണം ആദ്യത്തെ 5 മാസത്തോളം ഒരു പ്രശ്നവുമില്ലാതെ ആ കുട്ടി പോകുന്നു. ആ സ്കൂളിലെ മറ്റു മുസ്ലിം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അത് പാലിച്ചുകൊണ്ട് പോകുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു കുട്ടിക്ക് മാത്രം ഇങ്ങനെ തോന്നുകയും ആ കുട്ടിയുടെ പിതാവ് ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ രംഗത്ത് വരികയും പിന്നീട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് SDPIയുടെ നേതാക്കളടക്കമുള്ളവർ വരികയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്, യാതൊരു സംശയമില്ല. ആ പൊളിറ്റിക്സ് ഈ വരാനിരിക്കുന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പും മറ്റേ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും തന്നെയാണ്. അവിടെ ഒരു താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിജാബ് ധരിക്കാൻ അല്ലെങ്കിൽ ഒരു തലയിലൊരു തുണി ഇടാൻ പോലും ഒരു മുസ്ലിമിന് ഇവിടെ കഴിയാത്ത ഒരു ഇടമായി മാറിയോ എന്ന് ന്യൂട്രലായി ചിന്തിക്കുന്ന, മതേതരമായി ചിന്തിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങൾക്ക് തോന്നണം. അവർ ഇതിനെ എതിരായി പ്രതിഷേധിച്ചുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്നവർ വോട്ട് ചെയ്യണം. അതുതന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം. ആ രാഷ്ട്രീയം വ്യക്തമാണ്. ഈ ഒരു കുട്ടി വന്നതും എനിക്ക് സംശയമുണ്ട്. 4ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രതിഷേധ ത്വരയൊന്നും സാധാരണഗതിയിൽ വരാൻ ന്യായമില്ല. അതിന്റെ പിന്നിലും ആരോ അതിനെ ഇങ്ങനെ ക്ലാസ് കൊടുത്ത് ഒരു ഡ്രാമ നടത്തിച്ചതാണെന്നാണ് ഞാൻ. അതായത് ആ പ്രശ്നത്തെ ഇങ്ങനെ ലൈംലൈറ്റ് നിർത്തിക്കൊണ്ട് പോകാം. ഇത് മാത്രമല്ല, ഇനി വരുന്ന ദിവസങ്ങൾ ലൈംലൈറ്റിലാവാനായിട്ട് കേസ് വരെ വന്നല്ലോ. കേസ് വരെ വന്ന് ഇനിയിപ്പോൾ അത് നീണ്ടുപോകും. പിന്നെ മുനമ്പം വിഷയം. അല്ല, ഇവർ പറയുന്ന സാധനം ശ്രദ്ധിച്ചോ? നിങ്ങൾ ഹിജാബ് ധരിക്കുന്നതിനെതിരാണെന്നാണ് പറയുന്നത്.
ഹിജാബ് ഒരു പ്രശ്നമായിക്കൊണ്ട് വരുന്നത് ആരാണെന്ന് പോലും ഇവിടെ ഉത്തരവില്ല. അതായത് കുട്ടി ഇത്രയും നാൾ ഹിജാബ് ധരിക്കാതെ വരികയും പെട്ടെന്ന് ഒരു ദിവസം വരുമ്പോൾ ആ കുട്ടിയല്ലേ പ്രശ്നം, അല്ലെ കുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ അതിൽ നിക്ഷിപ്ത താല്പര്യമുള്ളവരല്ലേ പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ളതിന് ഉത്തരമില്ലാതായി പോവുകയാണ്. അതാണ് ഈ വർഗീയതയുടെ ഓരോ വിഷം എവിടുന്ന് വരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇത്തരത്തിലൊരു ഇതിൽ നിന്നായി. പിന്നെ അത് വലിയ ഭൂകമ്പമായി വരുമ്പോൾ അത് ഈ ഭാഗത്തും കുറച്ച് വരും, ആ ഭാഗത്തും കുറച്ച് വരും. അപ്പോൾ അത് സാമാന്യവൽക്കരിക്കപ്പെടും. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വർഗീയതയുടെ ഒരു പ്രത്യേകത ഇതാണ്. വർഗീയത കാളി കത്തിക്കുമ്പോൾ അത് ആരാണ് ആദ്യം ആളി കത്തിച്ചതെന്നുള്ളത് പിന്നീട് അതിൻ്റെ അടിയിൽ പോകും. പിന്നീട് അത് അതിൻ്റെ ആ ഒരു ഫ്ലെയിമിലേക്ക് എല്ലാവരും വരികയും അത് രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് ഇത് ആളി കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, കെടുത്താനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളി കത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ സത്യത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് വർഗീയമായ ചില സിമ്പലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ സിമ്പലുകൾ തകർക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ മതത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കുന്നു എന്ന് പറഞ്ഞു വരിക എന്ന് പറയുന്നതാണ് എൻ്റെ പിന്നിലുള്ള കാരണം. അതിന് പിന്നെ ഭരണഘടനയെ പിടിക്കുക, ആർട്ടിക്കിൾ 25 പിടിക്കുക, ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 25 പറഞ്ഞിരിക്കുന്നത് റീസണബിൾ റെസ്ട്രിക്ഷൻ എല്ലായിടത്തും ഉണ്ടെന്നാണ്. യൂണിഫോമിൽ അത് വളരെ സ്പഷ്ടമായി സുപ്രീം കോടതിയും ഹൈക്കോടതി വിധികൾ ധാരാളമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പോലീസും പട്ടാളമൊന്നും പിന്നെ പറ്റില്ല. എല്ലായിടത്തും ഹിജാബ് ധരിച്ചുകൊണ്ടല്ലേ പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. വനിതാ പോലീസ് എത്രയോ പേരുണ്ട്, അവരെല്ലാം നാളെ പറയുകയാണ് ഞാൻ ഹിജാബ് ധരിച്ചോട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിൽ നടക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇറാനിൽ നടന്ന സമരം എന്താണ്? സ്ത്രീകൾ നടത്തിയ സമരം എന്താണ്? ഞങ്ങൾക്ക് ഇതൊന്നും പാടില്ല, നോർമൽ ഡ്രസ്സ് ധരിച്ച് നടക്കണമെന്ന് പറഞ്ഞ് നടത്തിയ സമരമാണ്. മുടി കണ്ടാൽ പ്രശ്നമാണ്. അപ്പോൾ പോലീസും പട്ടാളവും വരെ വന്നാണ് അവരെ ആക്രമിക്കാൻ. 560ഓളം സ്ത്രീകൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ അതേസമയം പിന്നെ സൗദിയിലോ അല്ല, അന്ന് ആ സ്ത്രീകൾ കൊല്ലപ്പെട്ടപ്പോൾ കൈയടിച്ച ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ഹമാസ് സ്വാതന്ത്ര്യ സമരസേന പറഞ്ഞ ആളുകൾ തന്നെയാണ് അവർ കൈയടിച്ചത്. അത് പിന്നെ ഈ മത തീവ്രവാദത്തിന്റെ ലേബലിൽ പോകുന്നവരെല്ലാം എപ്പോഴും അങ്ങനെയാണ്. അത്തരം കാര്യങ്ങളെ കൂട്ടുപിടിക്കുകയും ഇപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയും ഏതിനെയും വളച്ചൊടിക്കാമെന്നുള്ളൊരു കാലഘട്ടമാണ്. നമുക്കിഷ്ടമുള്ള രീതിയിൽ വളച്ചൊടിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വളച്ചൊടിക്കലുകൾ എപ്പോഴും പിന്നെ സംഘർഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഹിജാബിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഇലക്ഷൻ കഴിയുന്നവരെ നിൽക്കുന്ന ഒരു വിഷയമായി തന്നെ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുദ്ദേശിക്കുന്നവർക്ക് ഭരണം കിട്ടുന്നത് വരെ അതങ്ങനെ തുറന്നുകൊണ്ട് പോകും. അപ്പം തന്നെയാണ് ഇലക്ഷൻ്റെ കാര്യം നമുക്കറിയാം. അപ്പം തന്നെ ഇത് ഏറ്റുപിടിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഇറങ്ങി വരികയാണ്. ഹിജാബ് ധരിക്കാൻ എന്താ അവർക്ക് അവകാശമില്ലേ? ഹിജാബ് അവർക്ക് ഇഷ്ടമുള്ളിടങ്ങളിലൊക്കെ ധരിച്ചോട്ടെ, സ്കൂളിൽ പാടില്ല എന്ന് പറയുമ്പോൾ അത് ഇത്ര നാൾ ഉൾക്കൊണ്ടവർക്ക് എന്തുകൊണ്ടത് വീണ്ടും പ്രശ്നമാകുന്നു? ഇവൻ ശിവൻകുട്ടി പോലും ആദ്യത്തെ ഘട്ടത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് നിർണയാധികാരം ഉണ്ടെന്ന് പറഞ്ഞ ശിവൻകുട്ടി മണിക്കൂറുകൾക്കുള്ളിൽ അഭിപ്രായം മാറ്റി പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതെന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ ഇത് ആ ഒരു വോട്ട് ബാങ്കിനെ തന്നെ കർക്കശമായി നോക്കുന്നതുകൊണ്ട് തന്നെയല്ലേ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ശിവൻകുട്ടി ഒരു കുഞ്ഞാലിക്കുട്ടി ആയതാണ് ആ വിഷയത്തിൽ. കാരണം പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രയും കൂടുതൽ മുസ്ലിം വോട്ടുകൾ അവരുടെ കൂടെ ചേർക്കാനായിട്ട് വേണ്ടത് ചെയ്യുക എന്നുള്ളത് ഈ കൂടെ നിൽക്കുന്ന പിന്നെ SDP-യും മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഒരു ആവശ്യമാണ്. അപ്പോൾ അവർ ഈ വിഷയം അങ്ങനെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ CPM-ൽ നിൽക്കുന്ന മുസ്ലിം വോട്ടുകൾ കൂടി ഇപ്പുറത്ത് കിട്ടിയാലേ അവർക്ക് ഒരു തമ്പിങ് മെജോറിറ്റിക്കുള്ള വകയുള്ളൂ. കാരണം ഹിന്ദു വോട്ടുകൾ കുറേ കോൺഗ്രസിൽ നിന്ന് പലപ്പോഴും ആയിട്ട് ചോർന്നു പോയിട്ടുണ്ട്. അതിപ്പോൾ കുത്തക BJP-ക്കാണ്. അപ്പോൾ പൂർണ്ണമായും കോൺഗ്രസിൻ്റെ ഒരു സ്ട്രെങ്ത്തിൽ UDF-ന് അധികാരത്തിൽ വരാൻ കഴിയുമോ എന്ന് അവർക്ക് സംശയമുണ്ട്. ഒരു വലിയ 27% ഉള്ള, അത് 11-ലെ സെൻസസ് പ്രകാരമാണെങ്കിൽ 27%, ഏതാണ്ട് 90 ലക്ഷത്തോളം ജനതയുള്ള ആ ഒരു വിഭാഗത്തിൻ്റെ എൻ ബ്ലോക്ക് ആയിട്ടുള്ള വോട്ട് ഇപ്പുറത്തേക്ക് വരുത്തുന്നതിന് ഇത്തരത്തിലുള്ള തീവ്രമായ ഒരു കൺസെപ്റ്റ് വേണം. അപ്പം അത് CPM-ൽ നിൽക്കുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെയും കൂടെ വോട്ട് അങ്ങനെ ഇപ്പുറത്തേക്ക് മറിയണം. BJP-യിലൊന്നും മുസ്ലിങ്ങളുടെ വോട്ടില്ല. അപ്പോൾ CPM-ലെ വോട്ട് മറിക്കണമെങ്കിൽ അത് വേണം എന്നുള്ളത് അവർക്ക് ഉള്ള ഒരു അജണ്ടയാണ്. ആ അജണ്ടയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ശിവൻകുട്ടി അടക്കമുള്ളവർക്കറിയാം. അപ്പോൾ ഇത് ശിവൻകുട്ടി ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. പലരും വിചാരിക്കും ശിവൻകുട്ടി ഒറ്റയ്ക്കല്ല, മാഷ് അടുത്ത ദിവസം അത് അനുകൂലിച്ചു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പോളിസി തന്നെയാണ്. കാരണം ഹിജാബ് എന്ന് അവർ പറയുമ്പോൾ നമ്മളും ഹിജാബ് എന്ന് തന്നെ പറയണം. അല്ലാതെ 22-ൽ NCC കുട്ടിക്ക് ഹിജാബ് ധരിക്കേണ്ട എന്ന് പറഞ്ഞ് അഫിഡവിറ്റ് കൊടുത്ത പോലെ ഇപ്പോഴും കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് 26-ലെ ഇലക്ഷനും അതിന് മുമ്പ് നടക്കുന്ന തദ്ദേശ ഭരണ ഇലക്ഷനും നമുക്ക് ബാധിച്ചാലോ. അതുകൊണ്ടാണ് CPM-ഉം ഹിജാബ് തന്നെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം വോട്ടാണ് പ്രശ്നം. അവിടെ വോട്ടിന് വേണ്ടി ഹിജാബിനെ എടുത്തു, ഇവിടെയും വോട്ടിന് വേണ്ടി ഹിജാബിനെ അതുപോലെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നു. വോട്ടിന് വേണ്ടി
ഹിജാബ് എന്നല്ല, ഇനി നിക്കാബ് എന്ന് പറഞ്ഞ വേറെ സാധനമുണ്ട്, അതും കൂടെ വേണമെങ്കിൽ കൊണ്ടുവന്നളയും. അറിയാമോ? അറിയാം. മുഖത്തോട്ട് ഇടുന്നത്. അപ്പം അതിൽ ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ചില കണ്ടിട്ടുണ്ട്, സ്ത്രീകളെ ഏറ്റവും വികൃതമാക്കി ഒരു മീശയും കൂടെ വെച്ച് കളയും. ഇങ്ങനെ തട്ടം ഇട്ടിട്ട് ഒരു മീശയും കൂടെ സ്ത്രീക്ക്. അപ്പോൾ നോക്കാൻ പോലും തോന്നില്ല, ആ വിധത്തിൽ എന്തോ ഒരു ഭീകര ഇതുപോലെ തോന്നത്തക്ക വിധത്തിൽ. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം അവരെ സെക്ഷ്വലായിട്ട് അബ്യൂസ് ചെയ്യിക്കാതിരിക്കാനാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് സ്ത്രീയുടെ ഒരു നാച്ചുറൽ ഭാവത്തിനെ കളയും എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ചിലർ തട്ടമിട്ട് കണ്ടപ്പോൾ പേടിയാവുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ നാച്ചുറലായിട്ട് ഒരാളെ കാണുന്നു അല്ലാതെ കാണുന്നു തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, രണ്ടിനും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അതിനെ ഭീകരതയാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ആളുകൾ ഭീകരത എന്ന് പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഡ്രാക്കുള എന്ന് പറഞ്ഞ ഇത് കുട്ടികളല്ലേ, കുട്ടികളുടെ മനസ്സിൽ കള്ളമില്ല, അവരിങ്ങനെയൊക്കെ പറയും. നമ്മൾ ആവശ്യമില്ലാത്തൊരു തൊപ്പി വെച്ച് കൊണ്ടുപോയി നോക്കും, മത്തങ്ങയുടെ ഒരു തൊപ്പി വെച്ച് നോക്ക്, മത്തങ്ങ തലയാന്ന് പിള്ളേർ വിളിക്കും. ആ കുട്ടിത്വത്തിൻ്റെ ഭാഗമാണ്, അവരങ്ങനെ ശീലിച്ചു പോയി. അത് അവരെ അതിന് കുറ്റം വന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവർ വേറെ ഇതൊക്കെ കുട്ടികളുടെ ഇടയിൽ സ്വാഭാവികമാണ്. ഇങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റുന്നത്, ഈ കുട്ടിക്ക് വലിയ അപകർഷതാബോധമുണ്ട്. അതുകൊണ്ടാണ് ഈ യൂണിഫോം വയ്ക്കുന്നത്. ഒരാൾ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഡ്രാക്കുള എന്ന് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹിജാബ് ധരിച്ച ഒരു കുട്ടിയെ ഡ്രാക്കുള എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടായതാണ് ഇടയ്ക്ക്. വേറെ സ്കൂളിലാണ് അത് നടന്നു. ഇതൊക്കെ പിള്ളേർ സ്വമേധയാ ചെയ്യുന്നതാണ് ചിലപ്പോൾ. അത് കുട്ടികളുടെ ഒരു സ്വാഭാവികമായ രീതിയാണ്. ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവരതിനെ വേറൊരു രീതിയിൽ പ്രതികരിക്കും. അപ്പോൾ നൂലിട്ട് മാത്രം ഇട്ടുകൊണ്ട് ഒരുത്തം വന്നു നോക്കും, അവരുടനെ അതിനെ നൂലിട്ടവനെന്നോ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരതിനെ കളിയാക്കി നിൽക്കുക, അല്ലെങ്കിൽ നൂലിൽ പിടിച്ച് വലിച്ച് ബസ്സിൻ്റെ കണ്ടക്ടർ ബെല്ലടിക്കുന്ന പോലെ ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പം ഞാനിത് പലയിടത്തും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പൂണൂലിൽ പിടിച്ച് വലിക്കുക, എന്നിട്ട് ടിങ് ടിങ് നടിക്കുക, അവർ ബസ്സിൽ ബെല്ലടിക്കുന്ന പോലെ ചെയ്യുകയാണ്. ഇതെല്ലാം കുട്ടിത്തത്തിൻ്റെ ഭാഗമാണ്. കുട്ടികൾ സ്വാഭാവികമായിട്ടല്ലാത്തത് എന്ത് കണ്ടാലും അതിനെ പ്രതികരിക്കുക എന്നുള്ളത് കുട്ടികളുടെ സ്വഭാവം. നമ്മൾ മിണ്ടാതിരിക്കാനോ അത് അയാളുടെ മതത്തിനെ ഫീൽ ചെയ്യുമല്ലോ, പിള്ളേർക്കതില്ല, പിള്ളേരുടെ മനസ്സിൽ കലങ്കമില്ല. അതുകൊണ്ട് അവരിതൊക്കെ പ്രതികരിക്കുമ്പോൾ ഇത്തരം കുട്ടികൾക്ക് വിഷമം വരും. പിന്നെ മോശമായി പേടിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡ്രാക്കുളയെന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വിഷമമായിട്ട് വരും. പൂണൂലിട്ടവൻ്റെ പൂണൂൽ വലിച്ചു, അവന് വിഷമമായിട്ട് വരും. ഇതിനാണ് യൂണിഫോം വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ആ വിഷയത്തിൽ പിന്നെ അവരുടെ തർക്കമില്ല. എൻ്റെ ഉടുപ്പ് എന്താ ഇങ്ങനെ, എൻ്റെ ഉടുപ്പ് എന്താ ഇങ്ങനെ, ആ വക ചിന്തകളൊന്നും അവിടെ ഇല്ല. എല്ലാം യൂണിഫോമിറ്റി. ആ യൂണിഫോമിറ്റിയെ തകർത്താൽ പിന്നെ യൂണിഫോമിൻ്റെ പർപ്പസ് പോയില്ലേ. ഒരാൾക്ക് ഹിജാബ് ധരിക്കുകയാണെങ്കിൽ നാളെ പൂണൂലിട്ടൊരുത്തം വരും, വളത്താറ് കൊടുത്ത് വേർത്തം വരും. ഇതെല്ലാം അംഗീകരിക്കണേ. ഞാൻ കളർ മാത്രം നോക്കാം, നിങ്ങൾ പറഞ്ഞ കളറായിരിക്കും, പക്ഷേ ഞാൻ വളത്താറേ ഉടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ആചാരത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങളുടെ ജാതിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ മതത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉത്തരവില്ല. അപ്പോൾ ഇത് സർക്കാർ അതിൽ സ്ട്രിക്റ്റായിട്ട് നിൽക്കണം. NCCക്ക് പിന്നെ ഹിജാബ് ധരിക്കാൻ പറ്റില്ല എന്ന്, NCC കുട്ടികൾക്ക് ഹിജാബ് ധരിക്കാൻ പറ്റില്ല, അത് യൂണിഫോമിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി ഇത് അംഗീകരിച്ചു. കർണാടകയിൽ ഇതുപോലെ അംഗീകരിച്ചു, യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് ഹിജാബ് പറ്റില്ല, അത് സ്കൂളിനാണ് അതിൻ്റെ റൈറ്റ് എന്ന് സംഭവിച്ചു. ഈ തരം വിധികൾ നമ്മളതിനെ ശ്ലാഘിക്കുകയാണ് വേണ്ടത്. അതിനെ പുച്ഛിച്ചുകൊണ്ട് നമ്മൾ നടപടിയെടുക്കുമ്പോൾ കോടതി പോലും വിഷമത്തിലാകും. ഗവൺമെൻറ് ഒരു സാധനം ചെയ്യുമ്പോൾ ഒരു ലെറ്റർ അയക്കുമ്പം കോടതിക്ക് ഓൺ ദ സ്പോട്ട് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. കോടതിക്ക് അത് പരിശോധിക്കണം, എന്തിനാണ് സർക്കാർ ഈ ലെറ്റർ അയച്ചത്. അപ്പോൾ ആ ഭാഗവും ഈ ഭാഗവും കേട്ടിട്ടേ പിന്നെ അതിനകത്ത് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഉടനെ TV-യിലൊക്കെ ഞാൻ കണ്ടു, പിന്നെ ഹിജാബ് വിഭാഗത്തിൽ സർക്കാരിന് തിരിച്ചടി, അല്ല സ്കൂളിന് തിരിച്ചടി എന്നും പറഞ്ഞുകൊണ്ട്. സ്കൂളിന് തിരിച്ചടിയാണ്. അവിടെ പിന്നെ സ്റ്റേ ചോദിച്ചു, സ്റ്റേ കൊടുത്തില്ല. സ്റ്റേ കൊടുക്കാൻ സർക്കാരിൻ്റെ ഒരു ലെറ്ററിനെ പെട്ടെന്ന് സ്റ്റേ കൊടുക്കാൻ പറ്റില്ല. സർക്കാരിൻ്റെ വേർഷൻ എന്താണെന്ന് കേൾക്കണം, അതിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് ഈ ഞങ്ങൾ മുൻപ് പുറപ്പെടുവിച്ച വിധിയുമായി ബന്ധമുള്ളതാണോ എന്ന് ഹൈക്കോടതിക്ക് പരിശീലിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെ ഒരു കാരണവശാലും രാഷ്ട്രീയമായി ഉപയോഗിക്കരുത്. മതവും രാഷ്ട്രീയവും രണ്ടായി നിന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന വിപത്ത് എന്ന് പറയുന്നത് വർഗീയ കലാപം തന്നെ ആയിരിക്കും. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ആശയങ്ങളുടെ പോരാട്ടവും നമ്മുടെ രാജ്യത്തെ പ്രശ്നങ്ങളുടെ പോരാട്ടവും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പോരാട്ടമൊക്കെ ആയിട്ട് മാറുന്നതിന് പകരം ഇത്തരത്തിൽ വരുന്നതിൻ്റെ പ്രധാന കാരണം എന്തുകൊണ്ടെന്ന് അറിയാമോ? ആരും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് സംതൃപ്തി നൽകി, സംതൃപ്തമായ ഒരു ജീവിതം നൽകി വോട്ട് ചോദിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ഇന്ന ജാതിയല്ലേ അല്ലെങ്കിൽ മതമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഒന്നുകിൽ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രതികരണത്തിൽ നിന്ന് ഒരു വോട്ട് ചെയ്യുക. അപ്പോൾ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ച് നല്ല ഭരണത്തിന് എനിക്ക് വോട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ
മറ്റവൻ്റെ ഭീഷണിയെ ഭയന്ന് എനിക്ക് വോട്ട് ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ഈ ഒരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ അർത്ഥം പൊളിറ്റീഷ്യൻസ് ആർ ഫെയിൽഡ് ഇൻ പ്രൊമോട്ടിങ് ഡെവലപ്മെൻറ്റ് ആൻഡ് പിന്നെ ഡെമോക്രസി ആൻഡ് സെക്യൂരിറ്റി. ഡെമോക്രസി മാത്രമല്ല ക്ഷേമവും വെൽഫെയർ. ആ ക്ഷേമവും വികസനവും, വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ്, ഈ രണ്ട് കാര്യങ്ങളിലും സർക്കാർ ഫെയിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഫെയിലായതുകൊണ്ടാണ് അവർക്ക് ഈ തരത്തിലുള്ള വർഗീയത എടുക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല.